Hello my dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 8ലെ ചാപ്റ്റർ 5 ആയ മണി മാത്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിളായിട്ട് എന്താണ് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. അതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 19ലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സന്ദീപ് ഡെപ്പോസിറ്റഡ് 25,000 in a bank which pays 8% interest compounded annually. How much would he get back after 2 years? അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 25,000 ആണ് സന്ദീപ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. 8% ഇൻട്രസ്റ്റിലാണ്, കോമ്പൗണ്ടായിട്ടാണ്, ആനുവലി കോമ്പൗണ്ടഡ് ആയിട്ടാണ് അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 years കഴിയുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് എത്ര പൈസയാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. നമുക്കറിയാം എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. I = PNR/100 ആണ് എന്നറിയാം. ഇവിടെ പി എന്താണ്, എൻ എന്താണ്, ആർ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റ് ആണ്. അതായത് പി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 25,000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 8% ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 years ആണ്. പക്ഷേ ഇതെന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 1 yearന് ഇൻട്രസ്റ്റ് കണ്ടിട്ട് അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റും നമ്മുടെ ഈ ഒരു ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ എമൗണ്ട് കിട്ടും, അതായത് പി കിട്ടും. അപ്പം അതിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസറായി. അപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ച് പേർക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും, കുറച്ച് പേർക്ക് ക്ലിയർ ആയി ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ ക്ലാസ് കേട്ടവർക്ക് മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ മേലെ ഐ ബട്ടണിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ ഒന്ന് കണ്ടു വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാവും. എന്താണ് ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ള കാര്യമൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ എഴുതുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാലൊന്നും പ്രോബ്ലം ഇല്ല, നമ്മൾ മാത്രമല്ലേ കാണുന്നുള്ളൂ നമ്മളുടെ മിസ്റ്റേക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുന്നതിലൂടെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ല, ആദ്യം ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 8% ആണ് 25,000. അപ്പോൾ 25%ൻ്റെ 8% എന്ന് പറയുമ്പോൾ 2,000. സെക്കൻഡ് ഇയറിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്ത് 25,000ഉം പിന്നെ ഈ ഒരു 2,000, അതായത് ഈ ഒരു ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇയറിൽ കിട്ടിയ ഇൻട്രസ്റ്റും കൂടിയിട്ട് നമുക്ക് പുതിയ പ്രിൻസിപ്പൽ എമൗണ്ടായി. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഇയറിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത ഇയറിലും എന്താണ് 8% തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? 2,160 കിട്ടി. അപ്പോൾ ടോട്ടൽ എമൗണ്ട് 2 years കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ നിങ്ങളത് നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോ. ടോട്ടൽ എമൗണ്ട് ഗെറ്റ് ബാക്ക് അറ്റ് ദ എൻഡ് ഓഫ് 2 year എന്ന് പറയുന്നത് 27,000 plus 2,160, ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് വരുന്നത്? 29,160 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാമെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്പർ 2 എന്താണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? തോമസ് took out loan of 15,000 rupees from bank which charges 12% interest compounded annually. After 2 years he paid back 10,000 rupees to settle the loan. How much should he paid at the
എൻഡ് ഓഫ് 3 years. അതായത് തോമസ് എന്ത് ചെയ്തു, ഒരു ലോൺ എടുത്തു 15,000 റുപ്പീസിന് ബാങ്കിൽ നിന്ന് 12% ഇൻട്രസ്റ്റിൽ കോമ്പൗണ്ടഡ് ആനുവലി ആയിട്ട്. 2 years കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, 10,000 റുപ്പീസ് കൊടുത്ത് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി 3 കൊല്ലം കഴിയുന്ന സമയത്ത് എത്രയാണ് അദ്ദേഹത്തിന് പേ ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. എമൗണ്ട് ബോറോഡ് 15,000, ഇൻട്രസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഈക്വൽ ടു 15,000 into 12/100, 1,800. Loan for the second year equal to 15,000 plus 1,800 equal to 16,800. Interest for the second year 16,800 into 12/100 equal to 2,016. Loan for the end of the second year equal to 16,800 plus 2,016 equal to 18,816. Amount pay back the end of second year equal to 10,000. Loan for the third year equal to 18,816 minus 10,000 equal to 8,816. Interest for the third year equal to 8,816 into 12/100, that's equal to 1,057.92. The amount to be repaid at the end of the year equal to 8,816 plus 1,057.92, that's equal to 9,873.92. നോട്ട്ബുക്കിൽ എല്ലാവരും സ്റ്റെപ്സ് എഴുതിയെടുത്തല്ലോ. എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യാന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എമൗണ്ട് ബോറോഡ്, അതായത് നമ്മൾ ഇവിടെ കട എടുത്തിരിക്കുന്നത് 15,000 റുപ്പീസാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാലോ I ഈക്വൽ ടു PNR/100 വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ P എന്ന് പറയുന്നത് എന്താണ്, 15,000 റുപ്പീസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇയറിലെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി, 1,800 റുപ്പീസാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ ലോണ് സെക്കൻഡ് ഇയറിൽ ലോണിൽ ആകുമ്പോൾ സമയത്ത് എന്താണ് എമൗണ്ട് ആകുന്നത്, നമ്മുടെ ഈ ഒരു ബോറോ ചെയ്ത എമൗണ്ടും അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റും കൂടി ചേർന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിലെ എമൗണ്ട് ആവും. ഈ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് ആണ്. അതായത് 2,016 റുപ്പീസാണ് സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് ആകുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഇയറിൽ എൻഡ് ഓഫ് ഇയറിൽ അദ്ദേഹം കൊടുക്കേണ്ടത് എത്രയായിരുന്നു, 18,816 റുപ്പീസായിരുന്നു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, 10,000 റുപ്പീസ് കൊടുത്തു, ബാക്കി കൊടുത്തില്ല. അപ്പോൾ അതെന്താണ്, ബാക്കി ലോണായിട്ട് തേർഡ് ഇയറിലേക്ക് പോയി. അപ്പോൾ തേർഡ് ഇയറിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എത്ര എമൗണ്ടാണ് ഉണ്ടാകുന്നത്, ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഈ ഒരു 10,000 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 8,816 റുപ്പീസ് കിട്ടി. അപ്പോൾ നമ്മൾ തേർഡ് ഇയറിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നടത്തണം. അപ്പോൾ നമ്മൾ തേർഡ് ഇയറിലും എന്താണ് 12% തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 12% എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1,057.92 കിട്ടി. അപ്പോൾ നമ്മുടെ amount to be paid at the amount to be repaid at the end of third year. തേർഡ് ഇയറിൽ നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ്, 8,816 പ്ലസ് ഈ ഒരു ഇൻട്രസ്റ്റ്, അതായത് 1,057.92. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി, 9,873.92. അതായത് അപ്രോക്സിമേറ്റ്ലി എന്താണ്, 9,874 റുപ്പീസാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്യണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1ഉം ക്വസ്റ്റ്യൻ നമ്പർ 2 നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൽ നന്നായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഏതാണ്, 200
റുപ്പീസ് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട് 2 ഇയറിൽ 5% ആണെങ്കിൽ. അപ്പോൾ ഇവിടെ 2 ഇയറിലുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 5% ആനുവൽ ഇൻട്രസ്റ്റിൽ 2 ഇയേഴ്സിലേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൽ 200 റുപ്പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേ റുപ്പീസിന്, അതായത് നമുക്കിവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടില്ല. അപ്പോൾ അതേ ഈ ഒരു പെർസെൻറ്റേജിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര പൈസയാണ് കിട്ടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കണം. പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് I = PNR/100. അതിൽ നമുക്ക് പി മാത്രമല്ല അറിയാത്തുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. അതായത് ഇവിടെ നമുക്ക് അറിയാം I 200 ആണെന്ന് അറിയാം, R എന്ന് പറയുന്നത് 5 ആണെന്നറിയാം, N = 2 ആണെന്നറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്, പി എന്താണ് കിട്ടുന്നത് നോക്കുക. അപ്പോൾ പി കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയ പീൻ്റെ കൂടെ ഈ ഒരു ആദ്യം നിങ്ങൾ പി കണ്ടുപിടിക്കുക. ഈ രീതിയിലാണ് ആൻസർ കിട്ടുക. അതായത് നമ്മൾ പി കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് 2000 ആണ് കിട്ടുന്നത്. അതെങ്ങനെയാണ്? I എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ 200 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ N 2 ഇയേഴ്സിലേക്കാണെന്ന് തന്നിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനാണ് നമ്മൾ നടത്തുന്നത്. R എന്ന് പറയുന്നത് 5 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 200നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 20,000. അതുപോലെ 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 10. അപ്പോൾ ഇവിടെ എന്താണ്? 10p എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് പി കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു 10 ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഈക്വൽ ടുവിൻ്റെ ഈ ഒരു സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഡിവിഷനായിട്ട് മാറും. അപ്പോൾ നമ്മൾ 20,000നെ 100 കൊണ്ട് ഡിവിഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2000 റുപ്പീസ് കിട്ടും. അതാണ് പി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പി കിട്ടി. നമുക്കിവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് എത്ര പൈസ കിട്ടും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിവിടെ എന്ത് ചെയ്യുക? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് എഴുതുക. അതിനുശേഷം നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? I = PNR/100. അപ്പോൾ ഈ PNR/100 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? പി എന്ന് പറയുന്നത് എന്താണ്? 2000 ആണെന്ന് കിട്ടി. അപ്പോൾ 2000 പിന്നെ എന്താണ്? നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ അല്ല ഇവിടെ ചെയ്യുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 1 ഇയർ × 5, അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടി? 100 കിട്ടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 100 ആണെന്ന് കിട്ടി. ഇനി സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഇൻട്രസ്റ്റും കൂടി കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് പുതിയ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 2100 ആണ്. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? 105 കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2 ഇയേഴ്സിലേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഇയറിൽ 100ഉം സെക്കൻഡ് ഇയറിലുള്ളത് 105 ആണ്. അത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് 2 ഇയേഴ്സിലേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 205 ആണ് കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ഇപ്പം പ്രിൻസിപ്പൽ എമൗണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ ഉള്ള ഡാറ്റ വെച്ചിട്ട് നിങ്ങൾ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കുക. പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിച്ചാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ആ 2 വീഡിയോ നന്നായി കണ്ടു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്താണ്, അതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അനദർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു രീതിയാണ്, അതായത് മറ്റൊരു രീതിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പി റുപ്പീസ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ 6% ഇൻട്രസ്റ്റിൽ കോമ്പൗണ്ടൻ്റായിട്ട് ആനുവലി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ N ഇയേഴ്സിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് P × 1 + R/100 ⁻n ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണിത്.
ഈ ഒരു ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി റുപ്പീസിൽ 6% ആനുവൽ ഇൻട്രസ്റ്റിൽ, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഒരു n ഇയേഴ്സ് കഴിഞ്ഞിട്ട് കിട്ടുന്ന എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് P × 1 + R/100 all raised to n എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നാൻസി ഡെപ്പോസിറ്റഡ് 15,000 rupees in a bank which pays 9% interest compounded annually. How much would she get after 2 years? അപ്പോൾ നമുക്ക് P കിട്ടി 15,000 ആണെന്ന് കിട്ടി, R കിട്ടി 9%, 2 കിട്ടി, അതായത് ഇയർ കിട്ടി, n നമ്പർ ഓഫ് ഇയർ എന്ന് പറയുന്നത് 2 ആണെന്നും ഇതാക്കി. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഈ ഒരു കാര്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ ഒരു കാര്യം. അതായത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോ P = 15,000, R = 9%, N = 2. അപ്പോൾ എന്നിട്ട് ടോട്ടൽ എമൗണ്ട് = P × 1 + R/100 all raised to n. എന്നിട്ട് ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് നോക്കാമല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അധികം ആൾക്കാരും ടെസ്റ്റ് നോക്കി കോപ്പി അടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും അല്ലേ? ടെസ്റ്റ് നോക്കി അതുപോലെ കോപ്പി അടിച്ച് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ? കുറച്ച് പേര് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാകും, കുറച്ച് പേർക്ക് ഇവിടെ ഒന്ന് സ്റ്റക്ക് ആയിട്ടുണ്ടാകും. ഈ ഒരു സ്റ്റെപ്പിൻ്റെ ശേഷം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഡിനോമിനേറ്റർ കോമൺ ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ കോമൺ ആക്കി എടുക്കുക എങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 100 × 1 + 9/100 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടി. അപ്പോൾ 100 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 + 9, അപ്പോൾ 109/100 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സിംപ്ലിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതെന്താണ് ശരിക്ക് 100/100 × 109/100 ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു 109 × 109 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 109 സ്ക്വയർ ആണ്. അപ്പോൾ ഈ 109നെ നമുക്ക് എങ്ങനെ എഴുതാം? 100 + 9 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ x + y ഹോൾ സ്ക്വയർ എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. x² + 2xy + y² എന്നുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 100 സ്ക്വയർ എന്ന് പറയുമ്പോൾ 10,000, 2 × 100 × 9 ചെയ്തപ്പോൾ 1800, 9ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 81. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 11,881. അതിന് നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? 1.181 കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു എമൗണ്ടിന് 15,000 കൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത്, അതായത് ഇൻറ്റു ചെയ്യുന്ന സമയത്ത്, മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? 17,821.5 എന്ന് കിട്ടി. അപ്പോൾ ഇതെന്താണ്? 70,800 rupees 50 പൈസയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായില്ല. അപ്പോൾ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇതെന്താണ് ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതായത് ഇവിടെ നമുക്കറിയാം 109/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.09 ആണ്. അപ്പോൾ 1.09ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ സിമ്പിളായിട്ട് തോന്നുന്നത് ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിനെ കോമൺ ആക്കി എടുത്ത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ കിട്ടി. അപ്പോൾ നമ്മൾ 100 + 9 എന്ന് പറഞ്ഞാൽ 109/100 കിട്ടി. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 109/100 × 109/100 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 109 സ്ക്വയറിന് 100 + 9 ഹോൾ സ്ക്വയർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x + y ഹോൾ സ്ക്വയറിൻ്റെ
ഫോർമാറ്റിലാണുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കിട്ടി. അതിനെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1.1881 കിട്ടി. അതിനെ നമ്മൾ 15,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 17,821.5 ആൻസർ കിട്ടി. വളരെ സിമ്പിൾ അല്ലേ?